യുദ്ധങ്ങൾ മനുഷ്യന്റെ മനസ്സിലാണ് ഉത്ഭവിക്കുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭാ ഏജൻസിയായ യുനെസ്കോയുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് അത് അതിർത്തികളിലേക്കും യുദ്ധക്കളങ്ങളിലേക്കും പടരുന്നത്. അതിനാൽ സമാധാനത്തിന്റെ പ്രതിരോധവും മനുഷ്യന്റെ മനസ്സിൽ തന്നെ പടുത്തുയർത്തേണ്ടതുണ്ട് എന്നും യുനെസ്കോ പറയുന്നു. ബാഹ്യമായ യുദ്ധങ്ങളും സംഘർഷങ്ങളും മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരം, ആഗ്രഹങ്ങൾ, അസൂയ, സ്വാർത്ഥത എന്നിവയുടെ പ്രതിഫലനമാണ് എന്ന് സ്വാമി വിവേകാനന്ദനും പറഞ്ഞിട്ടുണ്ട്. സംഘർഷം നടന്ന പശ്ചിമേഷ്യയിലും പറന്നു വീണ് പൊട്ടിത്തെറിച്ച ബോംബുകളും മിസൈലുകളും പോലെ നാശമുണ്ടാക്കി യുദ്ധത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാരുടെ വാക്കുകളും. അതിൽ മുൻപന്തിയിലുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് നിസ്സംശയം പറയാം. യുദ്ധത്തിലേക്ക് നീങ്ങിയതിനൊപ്പം പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിച്ചും ഇറാനെ മുറിപ്പെടുത്താൻ ശ്രമിച്ചു ട്രംപ്. അവസരവാദിയാണ് എന്ന് തെളിയിച്ച് ഓരോ തവണയും ഓരോന്നു പറഞ്ഞു. ഒടുവിൽ ലക്ഷ്യങ്ങളൊന്നും നേടാതെ യുദ്ധം അവസാനിപ്പിച്ച ട്രംപിന് ഇപ്പോഴും വീൺവാക്ക് പറയുന്നതിലെ ഹരം അവസാനിച്ചിട്ടില്ല. വെടിനിർത്തലും ധാരണാപത്രവും നിലനിൽക്കെ തന്നെ ഹോർമൂസിൽ ഇറാൻ പറഞ്ഞ പാതയിലല്ലാതെ സഞ്ചരിച്ച കപ്പലുകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചു. ഇറാൻ പതിവ് പോലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു. പിന്നെ അമേരിക്ക ഒന്നും ചെയ്തില്ല. പിന്നെ കേൾക്കുന്നത് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ്. ചർച്ചകൾ തുടരണമെന്ന് ഇറാൻ തന്നോട് ആവശ്യപ്പെട്ടുവെന്നും തങ്ങൾ സമ്മതിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ വെടിനിർത്തൽ അവസാനിച്ചു എന്ന് അസന്നിഗ്ധമായി അവരോട് പറഞ്ഞു എന്നുകൂടി ട്രംപ് പറഞ്ഞു വെച്ചതാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് സംസാരിക്കില്ല എന്നിരിക്കെ ട്രംപിന്റെ വാക്കുകൾ ആരും മുഖവിലക്കെടുത്തില്ല. ഇറാൻ പ്രത്യേകിച്ചും. ട്രംപ് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായി ചർച്ച നടത്തുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഒരു ചർച്ചയെക്കുറിച്ചും ഇറാൻ ആലോചിക്കുന്നില്ല. നിലവിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഖത്തർ പ്രതിനിധികൾ ഇറാൻ സന്ദർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇറാനിൽ വരാൻ അനുവാദം കൊടുക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴിതാ വീണ്ടും വാക്കുകൾ കൊണ്ട് ഹീറോ ആകാൻ ശ്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്ന് ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതായുള്ള വാർത്ത ട്രംപ് തള്ളിയിരുന്നു. പക്ഷേ താൻ വധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ പുതിയൊരു ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ പറയുന്നത് ഇറാനെ ലക്ഷ്യമിട്ട് 1000 മിസൈലുകൾ സജ്ജമാണ് എന്നാണ്. തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ആ മിസൈലുകൾ പ്രയോഗിക്കും. തൻ്റെ നിർദ്ദേശം 1 വർഷത്തേക്ക് പ്രാബല്യത്തിലായിരിക്കുമെന്നും ആവശ്യമെങ്കിൽ അത് ദീർഘിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ട്രംപിനെതിരായ വധഭീഷണി റിപ്പോർട്ടുകളിലോ ട്രംപിന്റെ പരാമർശങ്ങളിലോ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ചർച്ചകൾക്കായി ഇറാൻ അപേക്ഷിക്കുന്നു എന്ന ട്രംപിന്റെ വാക്കുകളോട് പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് പ്രതികരിച്ചിട്ടുണ്ട്. ചർച്ചകൾ തുടരുന്നതിനാണ് ഇറാന് താൽപ്പര്യമെന്നാണ് ഗാലിബാഫ് പറയുന്നത്. എന്ന് കരുതി ചർച്ചയ്ക്ക് മാത്രമല്ല യുദ്ധത്തിനും തയ്യാറാണ് എന്ന് അമേരിക്കയുമായി ചർച്ച നടത്തുന്ന ഇറാൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഗാലിബാഫ് പറയുന്നുണ്ട്. അമേരിക്ക ധാരണ ലംഘിക്കുന്ന ഏത് നിമിഷവും പൂർണ്ണതോതിലുള്ള പ്രതിരോധത്തിന് ഇറാൻ സജ്ജമാണ്. ഞങ്ങൾ അവർക്കെതിരെ ഉറച്ചു നിൽക്കുകയും ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ഗാലിബാഫ് വ്യക്തമാക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ലോകരാജ്യങ്ങളുടെ മുൻഗണനയാണ്. എന്നാൽ ഇറാൻ കീഴടങ്ങുന്നതിലൂടെ ഈ സംഘർഷം ഒരിക്കലും അവസാനിക്കില്ലെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും ഗാലിബാഫ് കൂട്ടിച്ചേർക്കുന്നു. ഇറാനുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മടങ്ങാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ ആഴ്ച ആദ്യമാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ ഇറാനിലെ എണ്ണ ജല അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്നും ഗാർഗ് ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും അമേരിക്കൻ നാവിക ഉപരോധം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസ്താവനയ്ക്ക് ഇപ്പോഴത്തേതുമായി വ്യത്യാസമുണ്ട്. വെടിനിർത്തൽ അവസാനിപ്പിച്ചു എന്നതിൻ്റെ അർത്ഥം പൂർണ്ണതോതിലുള്ള ആക്രമണമാണ്. ഇറാനാകട്ടെ തങ്ങളെ ആക്രമിച്ചാൽ മാത്രം സൈനിക നടപടിയെന്ന നിലപാടിലുമാണ്. ഇറാനിലേക്കുള്ള ട്രംപിന്റെ ആദ്യ കണ്ണെറിയൽ ഉണ്ടായത് ഇറാൻ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചപ്പോഴാണ്. പ്രതിഷേധം തുടരാൻ ആഹ്വാനം ചെയ്ത ട്രംപ് സഹായം പിന്നാലെ എത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ ഇറാൻ മേഖലയിൽ എത്തിച്ച് ഇറാനെ ഒരു കരാറിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം. എന്നാൽ കരാറിൽ ഇറാൻ ജനതയ്ക്ക് ഒരു സ്ഥാനവും കൊടുത്തില്ല. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് നൽകണമെന്നതായിരുന്നു ആവശ്യം. അത് പരിഗണിക്കാമെന്ന തരത്തിൽ ഇറാൻ പ്രതികരിച്ചപ്പോൾ ഇറാനെ ആക്രമിച്ചു. ട്രംപിന്റെ വാക്കുകളെ വിശ്വസിക്കരുത് എന്ന് ഇറാൻ അന്ന് മനസ്സിലാക്കി. ഇപ്പോഴും അമേരിക്കയെ അവിശ്വാസത്തോടെ മാത്രമേ ഇറാൻ കാണുന്നുള്ളൂ. 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറാനും. അടി തിരിച്ചടി. അത് മിസൈലുകളും ബോംബുകളും വാക്കുകളുമായി പറന്നു നീങ്ങി. ആക്രമിക്കാൻ വേണ്ടി പതുങ്ങുന്ന പുലിയെപ്പോലെ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീതി ഉണർത്തുന്ന വാക്കുകൾ ട്രംപ് പറഞ്ഞു. പിന്നാലെ വീണ്ടും ആക്രമണം. ഇറാൻ പക്ഷേ വാക്കുകളിൽ മിതത്വം പാലിച്ചു.
ട്രംപിനെയും അമേരിക്കയെ പരിഹസിച്ച ചുരുക്കം അവസരങ്ങളിലും അല്ലാതെ അനാവശ്യമായ പദപ്രയോഗങ്ങളോ വാക്കുകളോ ഇറാൻ ഉപയോഗിച്ചില്ല. എന്നാൽ ആ മിതത്വം മിസൈൽ വർഷിക്കലിൽ ഉണ്ടായില്ലതാനും. യുദ്ധം തീർന്നു എന്ന് ട്രംപ് പറഞ്ഞത് 32 തവണയാണ്. അവസാനം ചർച്ചയെന്ന വാക്ക് പറഞ്ഞതും ട്രംപ് തന്നെ. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന തരത്തിൽ ഇസ്രയേലാണ് അമേരിക്കയെ യുദ്ധത്തിലേക്ക് പിടിച്ചിട്ടത്. എന്നിട്ടും അതിൽ സ്വന്തം നേട്ടം കണ്ടെത്താനാണ് ട്രംപ് ശ്രമിച്ചത്. നേട്ടമല്ല, കോട്ടം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ തലയൂരാനുള്ള വഴി തേടി. അപ്പോൾ ഇറാൻ ആവശ്യപ്പെട്ടിട്ട് യുദ്ധം നിർത്തുന്നു എന്നായി വാദം. അതേസമയം ഇസ്രയേൽ യുദ്ധം തുടരുകയും ചെയ്യുന്നു. വഴക്ക് പറഞ്ഞിട്ടും അസഭ്യം പറഞ്ഞിട്ടും ചാപ്പന് ഒരു കുലുക്കുവുമില്ല. ചാപ്പൻ ലെബനനിൽ ആക്രമണം തുടരുന്നു. തൻ്റെ വാക്കിന് പ്രിയപ്പെട്ട ബീബി പോലും വില നൽകുന്നില്ല എന്ന വേദനയോടെ ട്രംപ് തിരിച്ചറിഞ്ഞു. യുദ്ധം ജയിച്ചെന്ന തരത്തിൽ ഇറാനുമായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വ്യവസ്ഥകൾ മുഴുവൻ ഇറാൻ അനുകൂലം. അതോടെ ട്രംപിൻ്റെ വാക്കുകൾക്ക് കാലിച്ചാക്കിൻ്റെ വില പോലുമില്ല എന്ന് ലോകത്തിന് മനസ്സിലായി. ചില ചെറിയ കുട്ടികൾ നടത്തുന്ന വീരവാദം പോലെ ട്രംപിൻ്റെ വാക്കുകളെ ചിരിച്ചു തള്ളുകയാണ് ഇറാനും നാറ്റോ രാജ്യങ്ങളും പോലും. പക്ഷേ അത്തരം പരിഹാസങ്ങളൊന്നും ട്രംപിനെ ബാധിക്കുന്നില്ല. കാരണം യുദ്ധം തുടങ്ങിയാലല്ലേ അത് അവസാനിപ്പിക്കാൻ കഴിയൂ. എന്നാലല്ലേ ഒരു യുദ്ധം കൂടി നിർത്തിയെന്ന് അവകാശപ്പെടാൻ പറ്റൂ. എന്നാലല്ലേ നൊബേൽ പുരസ്കാരം ചോദിച്ചു വാങ്ങാൻ കഴിയൂ. ഇങ്ങനെയാണ് ട്രംപിൻ്റെ ചിന്ത. കഴിഞ്ഞ വർഷം കിട്ടാതെ പോയ നൊബേൽ പുരസ്കാരം ഇത്തവണയെങ്കിലും ഒപ്പിക്കണം. അതിന് ഏത് വാക്കും ഏത് പദവും ഉപയോഗിക്കും. അത് മാറ്റിപ്പറയും. ഒരു തവണ കൂടി പ്രസിഡന്റാകാൻ കഴിഞ്ഞേക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള 2.5 വർഷത്തെ ശ്രമം അതിനുവേണ്ടിയാകട്ടെ എന്ന് ട്രംപ് ഭരണകൂടവും ചിന്തിക്കുന്നു.